ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കന്നി 5/1 എൻ്റെ വീടിൻ്റെ അമ്പലത്തിൽ പോകണം കേട്ടോ. കോട്ടയത്ത് പോകണം, ആണെന്നുള്ള ശിവക്ഷേത്രത്തിൽ. ഇപ്പം നമ്മൾ 5 മണി കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കന്നിയോട് പോവുകയാണ്. കന്നിയോട് പോയിട്ട് അവിടെ നിന്ന് എൻ്റെ മാമൻ്റെ പെണ്ണിനെയും മക്കളെയും കൂടി വിളിക്കണം. അപ്പം മാമീനെയും മക്കളെയും കൂടി വിളിക്കണം. അവർ വരുന്നുണ്ട്. അവർക്ക് മൂത്ത മോൾക്ക് തുലാഭാരമുണ്ട്. അമ്പലത്തിൽ നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ തുലാഭാരം നടത്താനും കൂടി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരു മൃത്യുഞ്ജയ ഹോമമുണ്ട്. അതിന് എന്തെങ്കിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം തുലാഭാരത്തിനുള്ള കൊലയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ തലേദിവസമേ വാങ്ങി വണ്ടിയിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് നന്ദിയോട്ടോട് പോവുകയാണ്. അവരൊരുങ്ങി നിൽക്കുന്നെന്ന് പറഞ്ഞു. അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകണം. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്താനായിട്ട് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് 5 മണിക്കെങ്കിലും ഇറങ്ങിയാൽ 7 മണിക്ക് അവിടെ എത്തത്തുള്ളൂ. ഇവരെയും വിളിച്ചിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലം എത്തി. തിരുമേനി മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തി. മൃത്യുഞ്ജയ ഹോമമാണ് നടത്തിയത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പൂജയുണ്ട്, നിവേദ്യമുണ്ട്. അപ്പം നിവേദ്യം കഴിഞ്ഞതിന് ശേഷം തുലാഭാരം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരുടെയും പുറത്തോട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് നിന്ന ഗ്യാപ്പിൽ ഞാൻ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തു കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല. നമ്മളവിടെ പ്രാർത്ഥിച്ച് നമ്മളെന്തിനാണോ ചെയ്യുന്നത് ആ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം അത് ഫുൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാനിൻ്റെ ഇടയ്ക്ക് വെച്ച് തുടങ്ങിയ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കഴിയുന്നത് വരെ നമ്മൾ ആ പൂജ കഴിയുന്നത് വരെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് തിരുമേനി ഓരോരോ ഇതൊക്കെ പറഞ്ഞു തരും. അത് നമ്മൾ ഏറ്റു പറയണം. അത് കഴിഞ്ഞ് നമ്മൾ തുലാഭാരം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 കുലയാണ് വാങ്ങിയത് കേട്ടോ. അപ്പം മോളെ വെയിറ്റ് അനുസരിച്ചാണ് വാങ്ങിയത്. അപ്പം 4 കുല വെച്ചിട്ട് തുലാഭാരം നടത്തിയത്. ആദ്യം തിരുമേനി കുല വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കുലയൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഇങ്ങനെ പൊങ്ങി ഒരു സൈഡ്, അവൾ ഇരിക്കുന്ന സൈഡ് പൊങ്ങി. കുല ഇങ്ങനെ താഴെ 4ാമത്തെ കുല വെച്ചപ്പോഴത്തേക്കും കുല ഇങ്ങനെ താഴ്ന്നു, അവളെ പൊങ്ങി കേട്ടോ. എന്നിട്ട് തിരുമേനി പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ 3 വലം വെച്ച് ഇങ്ങനെ കറങ്ങണം, ഒന്ന് കറക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് 3 കുല വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്നവിടെ ഇരുത്തിയതിന് ശേഷം തിരുമേനി അതിൽ പിടിച്ച്. അപ്പോൾ അവിടെ സ്പേസ് കുറവാണ്, തട്ടും 2 കിലോട്ട് വന്ന് തട്ടും. അപ്പോൾ ഒരു കുല വെച്ചേക്കുന്നതിൽ ചേട്ടനും പിടിച്ചു, മോളിരിക്കുന്നതിൽ തിരുമേനിയും പിടിച്ചിട്ട് ഇങ്ങനെ ആദ്യം താഴെയും പൊക്കുകയും ഒരു 3 പ്രാവശ്യം താഴെയും പൊക്കുകയും ചെയ്തു. അതിനുശേഷം തിരുമേനി പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കാം. അവളെ കൊല വയ്ക്കുന്നതിൻ്റെ ഇപ്പുറത്ത് അവളെ കൊണ്ടുവന്നിട്ട് കൊല ഇപ്പുറത്ത് വരണം. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പതുക്കെ കറക്കിയെടുക്കാം. അങ്ങനെ പതുക്കെ ഒന്ന് പിടിച്ചിട്ട്, ഇടയില്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ പിടിച്ചിട്ട് കറക്കുന്നത് കേട്ടോ. കാര്യം പിടിക്കാതെ ആക്കി കഴിഞ്ഞാൽ 2 തട്ടും വന്ന് തട്ടും. തുലാഭാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു.